പുതിയ സിറ്റുവേഷൻസ്. പാവം പത്മ പാടുപെടുക കേട്ടാ. ജന്മന പണക്കാരികളായ സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ പുതുപ്പണക്കാരികളായ സ്ത്രീകൾക്ക് ഉണ്ടാവാറുള്ള അമറൻ ചളിപ്പാണ് നിങ്ങളിപ്പോൾ പത്മയുടെ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏയ് എന്തുട്ടത് പത്മേനെ കാണിക്കേ. ആ അങ്ങനെ പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയപ്പോൾ പത്മ നേരിട്ട പ്രധാന പ്രതിസന്ധി അവളുടെ ഭാഷയിലെ ചരിവും ചളുക്കുമായിരുന്നു. എന്തിനാന്ന്? ബി പ്രൗഡ് ഓഫ് യുവർ ലാംഗ്വേജ്. ഉദാഹരണത്തിന് ഒരുപാട് കാലത്തിന് ശേഷം കാണുന്ന ഒരു ബന്ധുവിനോട് എന്തു പറയും? നിങ്ങൾ എവിടെയാണ് ഇത്രയും കാലം ചെറിയമ്മേ അല്ലെങ്കിൽ വല്യമ്മേ? അങ്ങനെയല്ല, ഇത്രയും നാൾ നിങ്ങൾ എവിടെയായിരുന്നു ചെറിയമ്മേ. കറക്റ്റ്, ഇതാണ് എനിക്ക് വേണ്ടത്. എന്താണെന്നറിയോ, എൻ്റെ ഭാഷയ്ക്ക് ഇങ്ങനെ വളവും തിരിവും ഉണ്ട്. അതൊക്കെ ഒന്ന് നേരെയാക്കിയിട്ട് കുത്തനെ നിർത്തി തരണം. നേരെ നിർത്തിത്തരാം, ധൈര്യമായിരിക്കൂ. അബ്ദു, എന്തോ ഇതുമ്പളെ പുതിയ മലയാളം ഭാഷാട്ടോ. അങ്ങനെയല്ല, ഇത് നമ്മുടെ പുതിയ മലയാളം അധ്യാപകനാണ്. അതാണ്, അധ്യാപകനാണ്. ഇതെന്ത് കോമഡി? ചേച്ചിക്ക് മലയാളം അറിഞ്ഞൂടെ? മലയാളം അറിയാം, പക്ഷേ ചില അക്ഷരങ്ങൾ പൂർണ്ണമല്ല. ഉദാഹരണത്തിന് ഇടിയുടെ ശബ്ദത്തിന് എന്ത് പറയും? ഇത് അതല്ല, ഇടിമിന്നൽ. മയക്കം അല്ല, മുഴക്കം. ഇത് പഠിക്കാനാണോ കാശ് കൊടുത്ത് മാഷിനെ വെച്ചേക്കണ? ഇത് എന്നോട് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ, ഞാൻ പഠിപ്പിച്ചു തരുമായിരുന്നല്ലോ. സുഹൃത്തെ, താങ്കൾ താങ്കളുടെ ജോലിയിൽ വ്യാപൃതനാകൂ. വ്യാപൃതനാവണോ, നിമജ്ഞനാവണോ, അതോ ആകുലനാവണോ? ഓ, പണ്ഡിതനാണല്ലേ? ഞാനല്ല. പണ്ട് ഞാനൊരു പണ്ഡിതന്റെ വീട്ടിലാണ് ജോലിക്ക് നിന്നത്. ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ. തൊടുവിരലിൻ തുമ്പാൽ നിൻ തിരുനെറ്റിയിലെന്നെ നീ സിന്ദൂര രേണുവായി അണിഞ്ഞിരുന്നു. എന്താ അർത്ഥം? എന്താ അർത്ഥം? എന്താ അർത്ഥം? ചേച്ചി, ഇതിന്റെ അർത്ഥം പറഞ്ഞു തന്നിട്ട് മാഷിന് കാശ് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ പോയി പാല് വാങ്ങിച്ചിട്ട് വരാം. അല്ല, അർത്ഥമുണ്ട്. നമ്മളെ ക്ലാസ് തുടങ്ങിയല്ലേ ഉള്ളൂ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. മതി. അപ്പോൾ കൂടെ നമ്മൾ ഫേർണിച്ചേഴ്സ് എന്ന് പറയില്ല, ജസ്റ്റ് ഫേർണിച്ചർ, സിംഗുലറാണ്. ആരാ? ഞാൻ അപ്പുറത്തെ വീട്ടിലെ താര ചേച്ചി പറഞ്ഞിട്ട്. രവേട്ട, ഇത് നമ്മുടെ പാർട്ട് ടൈം ജോബിന് വന്ന. ആ ഹാ ഹാ